നവീന്റെ കൂടെ അവളെ ചേർത്ത് വെക്കാൻ മമ്മി തീരുമാനിച്ചോ? ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക നീ. മമ്മി, ഈ ശാപത്തിന്റെ കഥ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു 41 ഡേയ്സ് എന്റെ നവീന്റെ ഒപ്പം കഴിയാൻ ഞാൻ അവളെ വിട്ടത്. അതും എന്റെ ഗതികേട്. അത് മുതലെടുക്കാൻ മമ്മി ശ്രമിക്കരുത്. അവളെ സ്നേഹിക്കാനോ മകളായിട്ട് സ്വീകരിക്കാനോ മമ്മിക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലേ അത് ഞാൻ ക്ഷമിക്കില്ല, ഒരിക്കലും ക്ഷമിക്കില്ല. മാഡം പ്ലീസ്, മാഡത്തിന് വേണ്ടി മമ്മി എന്തൊക്കെ സഹിക്കുന്നുണ്ടെന്ന് മാഡത്തിന് അറിയില്ലേ? എന്നിട്ട് എന്തിനാ ഈ പാവത്തിന് ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഇപ്പൊ കാണിച്ച പ്രവൃത്തികളുണ്ടല്ലോ, അത് പാവായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് കിട്ടേണ്ട സ്നേഹം മറ്റുള്ളവർക്ക് വീതിച്ചു പോകുന്നത് ഞാൻ സഹിക്കേയില്ല. മമ്മി ഇതെങ്ങനെ മനസ്സിലാക്കിയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാനാണ് മമ്മിയുടെ മകൾ, ഞാൻ മാത്രമായിരിക്കണം. എന്താ സിനി, അവള് വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല മാം, ഞാൻ വേറൊരു കാര്യം ചോദിക്കാനായിരുന്നു. എന്താ മാം, കൃഷ്ണയ്ക്ക് ഇപ്പൊ കൊടുത്ത ആഭരണങ്ങള് ഒറിജിനലാണോ? വിവാഹത്തിന് ഗാഥാ മാഡത്തിന് കരുതി വെച്ചിരിക്കുന്ന ആഭരണങ്ങള് കൃഷ്ണയുടെ ദേഹത്ത് തൊടാൻ പാടില്ലെന്ന് മാം പറഞ്ഞു. അതനുസരിച്ച് കൃഷ്ണ ഇട്ടത് മുഴുവൻ മുക്കുപണ്ടങ്ങളാ. വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യുമ്പോ ഏതെങ്കിലും ഒരു അവസരത്തെ അത് പിടിക്കപ്പെട്ടാലോ? ഞാനിപ്പോ അവക്ക് കൊടുത്തത് മുക്കുപണ്ടങ്ങളല്ല, ഗാഥമോൾക്ക് കൊടുക്കാൻ കരുതി വെച്ചിരുന്ന അതേ ആഭരണങ്ങളാ. മാം, എന്റെ ഗാഥമോൾക്ക് വേണ്ടിയല്ലേ അവൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. കരാറ് പൂർത്തിയാക്കി മടങ്ങിയെങ്കിലും ഇപ്പോഴും ഞാൻ പറയുന്ന അവൾ അനുസരിക്കുന്നില്ലേ? അപ്പോ അങ്ങനെയൊന്നും ചെയ്യണം തോന്നി. നന്നായി മാം. സത്യത്തില് കൃഷ്ണയോട് നമുക്ക് കടപ്പാടുകൾ ഒരുപാടുണ്ടല്ലോ. അതിന്റെ ഒരു പങ്ക് എങ്ങനെയെങ്കിലും. ഇനി ഗാഥയുടെ മുമ്പ് വെച്ചത് പറയാൻ നിൽക്കണ്ട, അവക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മോൾ ഇതുവരെ തീയുടെ ചൂടെന്താന്ന് അറിഞ്ഞിട്ടില്ല. എന്നും അവളെ ദൂരെ മാറ്റി നിർത്തി തീക്കകത്തൂടെ സഞ്ചരിച്ചവളാ ഞാൻ കടന്നുപോയ അതേ അവസ്ഥയില് മറ്റൊരാളെ കാണുന്ന പോലെ തോന്നി. ചില നേരത്ത് ചില പ്രവൃത്തികളുടെ അർത്ഥം നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. സിത്താര മാമിന് യഥാർത്ഥത്തിൽ കൃഷ്ണയോട് അനുകമ്പ തോന്നി തുടങ്ങിയോ?